സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ ദീനിൻ്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിച്ചു. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തത്തെ പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖാലിഖാണ്, നമ്മുടെ സൃഷ്ടാവാണ്, നമ്മുടെ സംരക്ഷകനാണ്, നമ്മുടെ പരിപാലകനാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് എല്ലാ തീരുമാനങ്ങളും അള്ളാഹു നടപ്പിലാക്കുന്നത്. എപ്രകാരം അള്ളാഹുവിനെ നമ്മളോട് കരുണ ചെയ്യാൻ സാധിക്കുമോ അതേപോലെ നമ്മളെ ശിക്ഷിക്കാനും നമ്മളെ സംഹരിക്കാനും ഒക്കെയുള്ള കഴിവ് അള്ളാഹുവിനുണ്ട്. എല്ലാ ഖൈറും ഷറും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണെന്നത് ഈമാൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈമാൻ്റെ കാര്യമായി നമ്മൾ പഠിച്ച നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. എല്ലാ ഖൈറും ഷറും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഖൈറ് നമുക്ക് നൽകാൻ തീരുമാനിച്ചാൽ ആ ഖൈറിനെ തട്ടിമാറ്റാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. അള്ളാഹു എന്തെങ്കിലും ഒരു ഷർറ്, ഒരു നാശം, ഒരു കെടുതി നമുക്കുണ്ടാകണമെന്ന് തീരുമാനിച്ചാൽ ആ കെടുതിയെയും തട്ടിമാറ്റാൻ ആർക്കും സാധ്യമല്ല. വഇൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻ യുരിദക ബിഖൈറിൻ ഫലാ റാദ്ദ ലിഫദ്ലി. അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഉദ്ദേശിക്കുന്നവരിൽ സംഭവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട്. എല്ലാ നിയന്ത്രണങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത്. ആകാശഭൂമികളുടെ അനക്കങ്ങളും അടക്കങ്ങളുമൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. രഹസ്യവും പരസ്യവും അറിയുന്നവൻ അള്ളാഹുവാണ്. ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ അള്ളാഹുവാണ്. എല്ലാ നിയന്ത്രണങ്ങളും എപ്പോഴും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹുവാണ് രാജാതിരാജൻ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അധികാരം നൽകും. ചിലപ്പോൾ അവൻ തിരിച്ചു വാങ്ങിക്കും. ചിലർക്ക് അള്ളാഹു ചില സമയത്ത് ഇസ്സത്ത് കൊടുക്കും, ചിലരെ അള്ളാഹു നിന്ദ്യരാക്കും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ഭൂമിയിൽ ഉണ്ടാകുന്നത്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതെപ്പോഴും നമ്മളോട് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പറയുന്നത്. ഖുൽ, നീ പറയുക എന്നാണ് പറയുന്നത്. നമ്മൾ ആവർത്തിച്ച് പറയേണ്ട കാര്യമാണ്. പലപ്പോഴും നമുക്ക് കേൾക്കുമ്പം ഇത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ സാധിച്ചുകൊള്ളണമെന്നില്ല. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ പറയണം മറ്റുള്ളവരോട്. അള്ളാഹുവാണ് രാജാതിരാജൻ. അവനാണ് അധികാരം നൽകുന്നവൻ, അവനാണ് അധികാരം തിരിച്ചു വാങ്ങിക്കുന്നവൻ. അവൻ ഉദ്ദേശിക്കുന്നവരവനെ ഇസ്സത്തിലാക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ നിന്ദ്യനാക്കും. അധികാരമുള്ളതോടുകൂടി തന്നെ അള്ളാഹു ചിലപ്പോൾ നിന്ദ്യനാക്കും. അധികാരമുള്ളതോടുകൂടി തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കും. അധികാരമുള്ളതോടുകൂടി തന്നെ ഒന്നും തീരുമാനിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കും. അള്ളാഹുവാണ് അധികാരം നൽകുന്നവൻ. ആ അധികാരത്തിൽ ഇസ്സത്ത് നൽകുന്നവനും അള്ളാഹുവാണ്, ദില്ലത്ത് നൽകുന്നവനും അള്ളാഹുവാണ്. ദില്ലത്തും ഇസ്സത്തും ഒക്കെ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. എല്ലാ ഖൈറും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇത് നമ്മളോട് ആവർത്തിച്ച് പറയാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇത് ആവർത്തിച്ച് പറയുമ്പോഴേ നമ്മളുടെ നാവിൽ നിന്ന് അത് വരുള്ളൂ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, എന്തെങ്കിലും ആവശ്യം നേരിട്ടു, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ്, ഇതിൻ്റെ പരിഹാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഉള്ളത് എന്ന് പറയാൻ കഴിയണമെങ്കിൽ നമ്മളിത് ആവർത്തിച്ച് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ ഇത് ഇറക്കണം. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഇതിലേക്ക് മടങ്ങൂല, അള്ളാഹുവിലേക്ക് മടങ്ങുകയില്ല. മറിച്ച് കാര്യകാരണങ്ങളിലേക്കാണ് നമ്മൾ മടങ്ങുക. കാര്യകാരണങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. സൃഷ്ടികൾക്ക് സ്വന്തമായി ഉപകാരം ചെയ്യാൻ സാധ്യമല്ല. സൃഷ്ടികൾക്ക് സ്വന്തമായി ഉപദ്രവം ഉണ്ടാക്കാൻ സാധ്യമല്ല. അള്ളാഹു കാര്യകാരണങ്ങളെ ഉണ്ടാക്കിയിട്ടും കാര്യം നടത്തും, കാര്യകാരണങ്ങളെ ഇല്ലാതെയും അള്ളാഹു കാര്യം നടത്തും. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ തീരുമാനിക്കുന്നത് അത് നിരുപാധികം അള്ളാഹു നടപ്പിലാക്കാൻ അള്ളാഹുവിന് കാലതാമസത്തിൻ്റെ ആവശ്യമില്ല. ഒരു നിമിഷം കൊണ്ട് അള്ളാഹു ഇത് നടപ്പിലാക്കും. ഇന്ന റബ്ബക ഫഅാലു ലിമാ യുരീദ്. നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളൊരു കാര്യം നടക്കണമെന്ന് തീരുമാനിച്ചാൽ കുൻ, ഉണ്ടാകുക എന്ന് പറയേ വേണ്ടു, അതുണ്ടായിത്തീരും. അള്ളാഹുവിൻ്റെ തീരുമാനം നമുക്ക് അനുകൂലമാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുഴുവൻ നിയന്ത്രണങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. മാതാവിൻ്റെ ഗർഭാശയത്തിലായിരുന്നപ്പോൾ പോലും നമ്മളെ പരിപാലിച്ചവൻ അള്ളാഹുവാണ്.
ഇപ്പോഴും നമ്മളെ പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പം അള്ളാഹുവിനെ നമ്മൾ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹു എല്ലാം നമുക്ക് അനുകൂലമാക്കും. ഖൈറും നമുക്ക് അനുകൂലമാവും, ഷർറും നമുക്ക് അനുകൂലമാവും. പ്രയാസങ്ങളുണ്ടായി ആ പ്രയാസത്തിൽ ഒരാൾ ക്ഷമിച്ചാൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച ഹദീസിൽ വരുന്നുണ്ട്, ഒരു നാടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമി ഉലുക്കത്തിലൂടെ നശിപ്പിച്ച സംഭവം നബി തങ്ങൾ പറഞ്ഞപ്പോൾ നബി തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ അവിടെ നല്ല ആളുകളും ഉണ്ടാവൂലേ, ഒരു തെറ്റും ചെയ്യാത്ത ആളുകളും ഉണ്ടാവൂലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരെ കുറിച്ച് നല്ലതുപോലെ അള്ളാഹുവിനറിയാം. അവർക്ക് വേണ്ട പ്രതിഫലങ്ങളൊക്കെ അള്ളാഹു അവരുടെ ആഖിറത്തിൽ അവർക്ക് നൽകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. കണ്ണില്ലാത്തൊരു മനുഷ്യൻ നബി തങ്ങൾ അടുക്കൽ വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ആ കണ്ണില്ല എന്നുള്ള ഒരു പ്രയാസത്തിന്റെ പേരിൽ അയാൾ അനുഭവിക്കുന്ന വിഷമത്തിന് അയാൾക്ക് അള്ളാഹു കൊടുക്കുന്നത് സ്വർഗമാണ്. ഏത് വിഷമത്തിനും അള്ളാഹുവിനെ നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ നമുക്കത് ഖൈറായി മാറും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതമാണ്. ഇന്ന അംറഹു, അവന്റെ എല്ലാ കാര്യവും കുല്ലഹു ഖൈർ, അവനായി ഖൈറാൻ. ഇൻ അസാബത്തുഹു ലറാഉ, എന്തെങ്കിലും പരീക്ഷണങ്ങളുണ്ടായി, കെടുതികളുണ്ടായി, അപകടങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, സ്വബറ, അപ്പോൾ അവൻ ക്ഷമിച്ചു, ഫകാന ഖൈറൻ, അപ്പോൾ അതും അവന് പ്രതിഫലത്തിന് കാരണമായി. ഇൻ അസാബത്തുഹു സറാഉ, എന്തെങ്കിലും സന്തോഷങ്ങളുണ്ടായി, എന്തെങ്കിലും ജീവിതത്തിൽ ഖൈറുകൾ ഉണ്ടായി, ആ സമയത്ത് അവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്തു, അപ്പോൾ അതും അവന് പ്രതിഫലത്തിന് കാരണമായി. ഇങ്ങനെ ജീവിതത്തിൽ പ്രവാചകന്മാരുടെ ജീവിതത്തിലും പല പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അവസ്ഥകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പ്രതിസന്ധികളിലും വിഷമത്തിലുമൊക്കെ പ്രവാചകന്മാർ എങ്ങോട്ടാണ് തിരിഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സന്തോഷങ്ങളും ഖൈറുകളും ഒക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതേപോലെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാ സമയത്തും അവർ അള്ളാഹുവിലേക്ക് തിരിയുകയുണ്ടായി. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു വലിയ സമ്പത്തും അധികാരവും അനുഗ്രഹങ്ങളും ഒക്കെ നൽകി. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ റബ്ബിന്റെ ഔദാര്യമാണ്, റബ്ബ് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി എനിക്ക് തന്നതാണ്. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് നമുക്ക് പല സ്ഥലത്തും എഴുതി വെച്ചത് കാണാൻ പറ്റും. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ചില ഷോപ്പിന്റെ മുന്നിലുണ്ടാവും, ചില വീടിന്റെ മുന്നിലുണ്ടാവും. പക്ഷെ അതിനുശേഷം അള്ളാഹു പറയുന്നുണ്ട്, ഇത് സുലൈമാൻ നബി പറഞ്ഞ വാക്കാണ്. അതിനുശേഷം എന്താണ് പറഞ്ഞത്? ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, എന്നെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. ഞാൻ നന്ദിയാണോ കാണിക്കുന്നത്, അതല്ല നന്ദികേടാണോ കാണിക്കുന്നത്? അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ എന്ന് അള്ളാഹ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണാർത്ഥം അല്ലാഹ് തന്ന ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ എന്ന് അള്ളാഹ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയുണ്ടായി. 3 അന്ധകാരങ്ങളിൽ കുടുങ്ങിപ്പോയി യൂനുസ് നബി അലൈഹിസ്സലാം. എത്ര വലിയ പ്രയാസമാണ്, എത്ര വലിയ വിഷമമാണ്. 3 അന്ധകാരം, രാത്രിയുടെ അന്ധകാരം, കടലിന്റെ അന്ധകാരം, മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ. ആ സമയത്ത് യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ വിളിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, നീ പരിശുദ്ധനാണ്, നീ മഹാനാണ്, ഞാൻ അക്രമികളിൽപ്പെട്ടവനാണ്, ഞാൻ വളരെ മോശമാണ്, ഞാൻ തമ്മാടിയാണ്. ഇത് യൂനുസ് നബി അലൈഹിസ്സലാം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു അത്ഭുതകരമായി യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ ഞെരുക്കത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. ആ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുകയുണ്ടായി. അള്ളാഹു വഴികൾ തുറന്നു കൊടുക്കുകയുണ്ടായി. ഇങ്ങനെ പ്രയാസത്തിലും വിഷമത്തിലും ഒക്കെ നമ്മൾ എങ്ങോട്ടാണ് തിരിയുന്നത് എന്ന് നോക്കാൻ വേണ്ടി ചിലപ്പോൾ അള്ളാഹു സന്തോഷം തരും, ചിലപ്പോൾ അള്ളാഹു ദുഃഖം തരും. വയത്തഖിദ മിൻകും ശുഹദാ എന്നുള്ള പറയുന്നുണ്ട്. നിങ്ങളിൽ ശുഹദാക്കളെ ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് പരീക്ഷണം തരും. ഒരു ഭൂകമ്പം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രളയം ഉണ്ടായി, ഒരു ദുരന്തം ഉണ്ടായി, അതിൽ മരണപ്പെടുന്ന മുഅ്മിനീങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ശുഹദാക്കളുടെ പട്ടികയിലാണ്. അവർക്കൊക്കെ അള്ളാഹ് പ്രതിഫലം കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ നേട്ടം അള്ളാഹു വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിനെ ഒരാൾ മനസ്സിലാക്കി അവന്റെ ജീവിതത്തിൽ പരിശുദ്ധമായ കലിമ ഉൾക്കൊണ്ടാൽ അവന് ജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം അള്ളാഹു അവന് നന്മക്ക് കാരണമാക്കി മാറ്റിക്കൊടുക്കും. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചപ്പോൾ സഹാബാക്കൾ ചോദിക്കുകയുണ്ടായി, നമുക്കും ഇതേപോലെ പറയാൻ പറ്റുമോ? നമ്മൾക്കും വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇതുപോലെ ഞാൻ മുഅ്മിനീങ്ങളുടെയും ഞെരുക്കത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് ഞാൻ അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. അപ്പൊ അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത്? 2 കാര്യത്തിലൂടെയാണ് അള്ളാഹുമായിട്ട് ബന്ധം ഉണ്ടാകുക.
ഒന്ന്, അള്ളാഹുവിന്റെ സൃഷ്ടികളോട് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതിലൂടെ നമുക്ക് അള്ളാഹുവായിട്ട് ബന്ധമുണ്ടാവും. മറ്റൊന്ന് സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്തുന്നതിലൂടെ, അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിലൂടെ, അള്ളാഹുവിന്റെ കലാം ഓതുന്നതിലൂടെ, അതിന്റെ അർത്ഥം ചിന്തിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാവും. അങ്ങനെയാണ് ഒരു മനുഷ്യൻ അള്ളാഹുവായിട്ട് അടുക്കുക. അതുകൊണ്ടാണ് പ്രവാചകന്മാരെല്ലാവരും അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകളായിരുന്നു. ഇവർ ഈ രണ്ട് ഗുണങ്ങളുമുള്ള ആളുകളായിരുന്നു. ഒന്ന്, സൃഷ്ടികളോട് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ആളുകളാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് പോലും പലപ്പോഴും പലരും അംഗീകരിക്കൂല, അതിഷ്ടപ്പെടൂല. പക്ഷെ ആരുടെയും മുഖം നോക്കാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയാൻ കഴിയണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിശോധിക്കുന്നത്. അതിനുവേണ്ടിയാണ് അള്ളാഹു നമ്മളെ ദുനിയാവിലേക്ക് അയച്ചത്. എന്ത് വിഷയം വന്നാലും ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്, ഇതിന് പരിഹാരം അള്ളാഹു കാണിച്ചു തരും, നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം എന്നൊരാൾക്ക് പറയാൻ ധൈര്യം ഉണ്ടാകണം, അയാൾക്ക് ഈമാൻ ഉണ്ടാകണം. അതിന്റെ പരീക്ഷണങ്ങളാണ് അള്ളാഹു ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും അള്ളാഹുവിനോട് പാപമോചനം തേടുന്നത് നിർബന്ധമായി മുറുകെ പിടിച്ചാൽ, മിൻ കുല്ലി ദീഖിൻ മഖ്റജ, അവന്റെ ഞെരുക്കത്തിൽ നിന്നും അള്ളാഹു അവന് വഴികൾ തുറന്നു കൊടുക്കും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവന്റെ മാനസികമായ പ്രയാസങ്ങൾക്ക് അള്ളാഹു ഒരു വഴി അവന് കാണിച്ചു കൊടുക്കും. അവൻ പോലും ഉദ്ദേശിക്കാത്ത വഴിയിലൂടെ അവന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കാണിച്ചു കൊടുക്കും. ഒരാൾ അള്ളാഹുവിനോട് അവന്റെ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ പാടുപെടുകയാണെങ്കിൽ, പരിശ്രമിക്കുകയാണെങ്കിൽ, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യങ്ങൾ എളുപ്പാക്കി കൊടുക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആരെങ്കിലും നിർബന്ധമായി മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഒഴിവാക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ഏതവസ്ഥയിലും അത് മുറുകെ പിടിക്കണം. ഏത് പ്രതിസന്ധിയുടെ രാത്രിയിലും അത് മുറുകെ പിടിക്കണം. അങ്ങനെ ഒരാള് അള്ളാഹുവിനോട് പാപമോചനം തേടുന്നത് നിർബന്ധമായി മുറുകെ പിടിക്കുകയാണെങ്കിൽ അയാളുടെ എല്ലാ പ്രശ്നത്തിൽ നിന്നും അള്ളാഹ് അയാൾ വഴി തുറന്നു കൊടുക്കും. അയാളുടെ എല്ലാ വിഷയത്തിലും അള്ളാഹു അയാൾക്കൊരു പോം വഴി കാണിച്ചു കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. നമ്മളൊക്കെ അടിമകളാണ്. അള്ളാഹു നമ്മുടെ ഉടമസ്ഥനാണ്, അള്ളാഹു നമ്മുടെ യജമാനനാണ്. യജമാനനായ അള്ളാഹുവിന് നമ്മളുടെ വിഷയത്തിൽ എന്ത് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്, അതിനുള്ള കഴിവുണ്ട്, യോഗ്യതയുണ്ട്. അത് അള്ളാഹു ലോകത്ത് കാണിച്ചുകൊണ്ടിരിക്കും. മനുഷ്യൻ ഞാനാണ് എല്ലാം ചെയ്യുന്നത്, എന്നെ കൊണ്ടാണ് എല്ലാം നടക്കുന്നത്, ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്യും എന്ന് മനുഷ്യൻ വെല്ലുവിളിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഇടക്കിടക്ക് കാണിച്ചു കൊടുക്കും. നീയല്ല ചെയ്യുന്നതെല്ലാം ഞാനാണ്, നീ നിസ്സഹായനാണ്, നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, നീ ബലഹീനനാണ്, നീ പോരായ്മയുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൽ വിശ്വാസികളുണ്ടാവും, അവിശ്വാസികളുണ്ടാവും, ആ പരീക്ഷണത്തിൽ കുടുങ്ങുന്നവർ എല്ലാവരും ഉണ്ടാവും. പക്ഷെ അതിലൂടെ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ഗുണപാഠം കാണിച്ചു കൊടുക്കുകയും മരിച്ചുപോയവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കുകയുമാണ് ചെയ്യുക. ഖാറൂൻ പറഞ്ഞു, ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, ഇതെങ്ങനെ ചെലവാക്കണം എന്ന് എനിക്കറിയാം, ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഉദ്ദേശിച്ച വഴിയിൽ ഞാൻ ചെലവാക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാറൂനെ പിടിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. അവന്റെ അഹങ്കാരത്തിൽ, അവന്റെ പൊങ്ങച്ചത്തിൽ, അവന്റെ പൊങ്ങച്ചം കൂടിയപ്പോൾ അല്ലാഹു അവനെ അവന്റെ വാഹനത്തോടൊപ്പം, അവന്റെ ഭവനത്തോടൊപ്പം, അവന്റെ അലങ്കാരത്തോടൊപ്പം അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നാണ് ഖുർആനിൽ പറയുന്നത്. യതജൽജലു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവൻ ഭൂമിയിലേക്ക് ആഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ചരിത്രം ഖുർആനിൽ എടുത്തു പറയുകയാണ്. എന്തിനാണ് പറയുന്നത്? ഖിയാമത്ത് നാൾ വരെ വരുന്ന ഓരോ മനുഷ്യനും ചിന്തിക്കണം, സമ്പത്തിന്റെ പേരിൽ ഞാൻ അഹങ്കരിക്കാൻ പാടില്ല, അധികാരത്തിന്റെ പേരിൽ ഞാൻ അഹങ്കരിക്കാൻ പാടില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, താൽക്കാലികമായി അല്ലാഹു തന്നതാണ്. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുന്ന പല സംഭവങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുന്നുണ്ട്, അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത അയ്ദിൻ നാസ്, കരയിലും കടലിലുമുള്ള മുഴുവൻ ഫസാദിനും കാരണം ബിമാ കസബത അയ്ദിൻ നാസ്, മനുഷ്യ കരങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. ഇതാണ് അല്ലാഹു കാരണം പറഞ്ഞത്. മനുഷ്യനാണ് ഇതിനൊക്കെ കാരണം, അല്ലാഹു അല്ല. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, അണുമണി തൂക്കം പോലും മനുഷ്യനെ ആക്രമിക്കുകയില്ല. അള്ളാഹുവിന് അതിനാവശ്യമില്ല. ഓരോ ഫസാദുകൾ നിങ്ങൾ കരയിലാണെങ്കിലും കടലിലാണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ കാരണക്കാര് മനുഷ്യർ തന്നെയാണ്, മനുഷ്യന്റെ പാപമാണ്. അനധികൃതമായി മനുഷ്യൻ ഭൂമിയിൽ കാണിക്കുന്ന വേലകളാണ് അതിൻ്റെ ഒക്കെ കാരണം. അതാണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും. അതല്ലാതെ അള്ളാഹുവിന്റെ
മേൽ നിങ്ങൾ അത് ചുമത്തരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പം മനുഷ്യകരങ്ങളുടെ അനന്തരഫലമാണ് ഓരോ ദുരന്തങ്ങളും ഓരോ പ്രയാസങ്ങളും. അത് വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. വലുത് വരുന്നതിന് മുമ്പ് ഞാൻ ചെറുതിങ്ങനെ കാണിച്ചു കൊടുക്കും മനുഷ്യന്. ഇതിനേക്കാളെല്ലാം ഭയാനകരമാണ് ഖിയാമത്തിന്റെ ദിവസം എന്ന് ഖുർആനിൽ പറഞ്ഞത് നീ ചിന്തിക്കണം. വലുതൊന്ന് വരാനുണ്ട്, അതിനു മുമ്പ് അള്ളാഹ് ചെറുത് കാണിച്ചു തരാണ്, നിന്നെ മടക്കാൻ വേണ്ടി. നിന്റെ സൃഷ്ടാവായ ഒരാളുണ്ട് എന്ന് നിനക്ക് ബോധ്യപ്പെടാൻ വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം, അതാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിന്റെ വളർമ്മ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാഹുവിന്റെ അറിവില്ലാതെ അല്ലാഹുവിന്റെ തീരുമാനമില്ലാതെ നിന്റെ ശരീരത്തിലോ ഭൂമിയിലോ ഒരു കാര്യവും സംഭവിക്കൂല എന്ന് പറഞ്ഞു. സൂറത്തുൽ ഹദീദിലെ ഒരു ആയത്താണ്, നമ്മൾ എഴുതി വെക്കണ്ട, എപ്പോഴും വായിച്ചു നോക്കേണ്ട ഒരു ആയത്താണ്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് സംഭവിക്കണമെങ്കിൽ, വലാ ഫി അൻഫുസിക്കും, നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും മുസീബത്ത് സംഭവിക്കണമെങ്കിൽ, അതൊക്കെ മിൻ ഖബ്ലി അൻ നബ്റാഹ, നാം അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് അത് രേഖപ്പെടുത്താതെ അത് സംഭവിക്കുന്നില്ല. അതൊക്കെ അള്ളാന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് സംഭവിക്കുന്നത്. അള്ളാന്റെ തീരുമാനം ഉണ്ടായതിനു ശേഷമാണ് സംഭവിക്കുന്നത്. അതിന്റെ കാരണക്കാര് മനുഷ്യരാണെങ്കിലും അതിന്റെ തീരുമാനം ഉണ്ടാകുന്നത് ഉടമസ്ഥന്റെ ദർബാറിൽ നിന്നാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ലികൈലാ തഅസൗ അലാ മാ ഫാതക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ അമിതമായി ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ അമിതമായി ദുഃഖിക്കാൻ പാടില്ല. വലാ തഫറഹു ബിമാ ആതാക്കും, നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാനും പാടില്ല. അത് രണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലോ എന്തെങ്കിലും ഒരു മുസീബത്തോ വിഷമങ്ങളോ പ്രയാസങ്ങളോ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് എൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ട് എൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ് സംഭവിക്കുന്നത്. ചെറിയ കാര്യം പോലും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത്. വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബറ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. അള്ളാഹു പറഞ്ഞു, ഒരു ദർറത്ത് എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള പ്രഭാതത്തിൽ മുഴുവൻ അടച്ചിട്ട ഒരു വീട്ടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു മുറിയുടെ ഉള്ളിൽ ചെറിയൊരു ദ്വാരത്തിലൂടെ വെയിലിന്റെ പ്രകാശം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധൂളികളുണ്ട്. അത് നമ്മളിങ്ങനെ കാണും, ചെറിയ ധൂളികൾ പറക്കുന്നത്. അതിനാണ് സാധാരണ ദർറത്ത് എന്ന് പറയുക. ആ ദർറത്ത് പോലും ഭൂമിയിൽ സംഭവിക്കുന്നത് അള്ളാഹിന്റെ തീരുമാനപ്രകാരമാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഈ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആരിലേക്കാണ് മടങ്ങുന്നത്? സൃഷ്ടികളിലേക്കാണോ കാര്യകാരണങ്ങളിലേക്കാണോ? നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങുന്നുണ്ടോ എന്നുള്ള പരിശോധിക്കുകയാണ്. അള്ളാഹു നിങ്ങളെ നോക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടേക്കാണ് തിരിയുന്നത്? അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പാപങ്ങളുടെ ദുരന്തമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയുണ്ടായി. മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ്, നിനക്ക് എന്ത് നന്മ ലഭിച്ചാലും നീ മനസ്സിലാക്കണം അത് അള്ളാഹുവിന്റെ കരുണ കൊണ്ട് നിനക്ക് ലഭിച്ചതാണ്. വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്, എന്തെങ്കിലും കെടുതി നിനക്ക് സംഭവിച്ചാൽ നീ മനസ്സിലാക്കണം അത് നിന്റെ പാപത്തിന്റെ പേരിൽ നിനക്ക് സംഭവിച്ചതാണ്. എല്ലാ ഖൈറും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, എല്ലാ ഷർറും മനുഷ്യന്റെ പാപമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ലോകത്ത് വന്നപ്പോൾ അവര് ഭയപ്പെട്ടത്. എപ്പോഴും ഭയപ്പെടുമായിരുന്നു അവർ. എന്തെങ്കിലും കാറ്റ് ശക്തമായി അടിച്ചു വീശുമ്പോൾ തന്നെ അവര് പേടിക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാറ്റ് ശക്തമായി അടിച്ചാൽ തന്നെ പള്ളിയിലേക്ക് അഭയം പ്രാപിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും, ഇത് നല്ല മഴ വരാൻ പോവല്ലേ, നമ്മൾ സന്തോഷിക്കേണ്ടതല്ലേ? നബി തങ്ങൾ പറഞ്ഞു, ഇതേപോലെയാണ് ആദ്യ സമുദായം മുമ്പ് പറഞ്ഞത്. നല്ല മഴയാണ്, നല്ല കാറ്റാണ്, നമുക്ക് ഉല്ലസിക്കാനുള്ളതാണ്. പക്ഷേ അതിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതവർക്ക് മനസ്സിലായില്ല. അത് വന്നപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത്. അപ്പൊ അള്ളാഹുവിലേക്ക് മടങ്ങാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃക കാണിക്കുകയുണ്ടായി. എല്ലാ പ്രശ്നത്തിന്റെയും അടിസ്ഥാനപരമായ കാരണം നമ്മുടെ അമലിൽ വരുന്ന വീഴ്ചകളാണ്. ഈമാനിലും അമലിലും പോരായ്മകൾ സംഭവിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പിടുത്തങ്ങൾ ഉണ്ടാവുക, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് മോശമായ തീരുമാനങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മളുടെ ഈമാനെ നമ്മൾ നന്നാക്കണം, നമ്മുടെ അമലുകളെ നമ്മൾ നന്നാക്കണം. അള്ളാഹുവിലേക്ക് നമ്മൾ തിരിയുകയും അള്ളാഹുവിന്റെ അടിയുറച്ച യഖീൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുകയും ചെയ്യണം. എല്ലാ ഖൈറും നമ്മളിലേക്ക് വരാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴ പെയ്യുമ്പോൾ നബി തങ്ങൾ ദുആ ചെയ്യായിരുന്നു, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ, അല്ലാഹു ഇത് ഞങ്ങൾക്ക് പ്രയോജനപ്രദമായ മഴ ആക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴ അതികഠിനമായി പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഹവാ അലൈനാ വലാ അലൈനാ, അല്ലാഹു ഈ മഴ നമ്മളിൽ നിന്നും മാറ്റി ആളുകൾ താമസിക്കാത്ത സ്ഥലത്തേക്ക് നീ കൊണ്ടുപോകണം. അഥവാ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമായി പോവുകയാണ്, പ്രയാസമായി പോവുകയാണ്, അതുകൊണ്ട് ഇതിന്റെ കെടുതിയിൽ നിന്ന് നമ്മൾ നീ രക്ഷപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നു. ഇപ്പൊ നമുക്ക് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ദുആ ചെയ്യുക എന്നുള്ളത്. നമുക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയും ദുആ ചെയ്യണം. അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്, അതിനേക്കാൾ അവർക്ക് ആവശ്യമുള്ളത് നമ്മളുടെ ദുആയാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ഒന്നടങ്കം ദുആ ചെയ്യണം, അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങണം. നമ്മുടെ പാപങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി അള്ളാഹു നമുക്ക് അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാക്കണം, പ്രയാസങ്ങൾ മാറ്റി അള്ളാഹു സന്തോഷങ്ങൾ ഉണ്ടാക്കണം. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന്റെ കാരുണ്യം, ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം. അള്ളാഹു പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നൽകുമ്പോൾ മനുഷ്യര് അള്ളാഹുവിനെ തന്നെ വെല്ലുവിളിക്കാനും അള്ളാഹുവിനെ തന്നെ കുറ്റപ്പെടുത്താനും വേണ്ടി ശ്രമിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. ഈ സമയത്ത് മനുഷ്യരെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പരിചയപ്പെടുത്തി അവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഉത്തമ സമുദായമാണ് എന്ന് പറഞ്ഞാൽ ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞാൽ അവരെ നന്മയിലേക്ക് അടുപ്പിക്കുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഒരു നാടിനെ അള്ളാഹു അടിമയിൽ മറച്ചിടാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു അയക്കുകയുണ്ടായി. ജിബ്രീൽ അലൈഹിസ്സലാം പോയി നോക്കിയപ്പോൾ അവിടെ ഒരു മനുഷ്യൻ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. ഫുൾ ടൈം അദ്ദേഹം ഇബാദത്തിലാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പോയി പറഞ്ഞു, അള്ളാഹുവെ, ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം ഫുൾ ടൈം ഇബാദത്തിലാണ്, ആ മനുഷ്യനെ നോക്കിയിട്ടാണെങ്കിലും ആ ശിക്ഷ നിനക്ക് മാറ്റിക്കൂടെ? അള്ളാഹു പറഞ്ഞു, ഇഖ്ലിബ് അലൈഹി വഅലൈഹിം, ആദ്യം അയാളുള്ള സ്ഥലമാണ് ശിക്ഷിക്കേണ്ടത്, അയാൾ ആ പ്രദേശമാണ് മറച്ചിടേണ്ടത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ആ നാടിനെ മുഴുവനും മറച്ചിടണം. കാരണം നാട്ടിൽ മുഴുവനും തിന്മ നടന്നിട്ടും അദ്ദേഹത്തിന്റെ നെറ്റി ആ വിഷയത്തിലൊന്നും ചുളിഞ്ഞിട്ട് പോലുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പറഞ്ഞതായി അറിയിക്കുകയുണ്ടായി. നമ്മുടെ ഉത്തരവാദിത്തമാണ്. അള്ളാഹു ഏറ്റവും വെറുക്കുന്ന പാപമാണ് വ്യഭിചാരം, അള്ളാഹു ഏറ്റവും വെറുക്കുന്ന പാപമാണ് മദ്യപാനം. ഇത്തരം തിന്മകൾ നടന്നിട്ടും നമ്മൾ ദീനിന്റെ പരിശ്രമം ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്ന കെടുതികൾ, പ്രയാസങ്ങൾ അത് നല്ല ആൾക്കാർക്കും വരും, മോശമായ ആൾക്കാർക്കും വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് നിങ്ങളുടെ അവസ്ഥ ഒരു കപ്പൽ യാത്രക്കാരെ പോലെയാണ് എന്നാണ്. ആ കപ്പലിൽ കുറെ ആൾക്കാർ താഴെ താമസിക്കുകയാണ്, കുറെ ആൾക്കാർ മുകളിൽ താമസിക്കുകയാണ്. അപ്പൊ മുകളിലുള്ള ആൾക്കാർക്ക് വെള്ളത്തിന് വേണ്ടി അവര് കുറെ വെള്ളം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. താഴെയുള്ള ആളുകൾക്ക് വെള്ളമില്ല, അവര് വെള്ളത്തിന് വേണ്ടി മുകളിൽ പോകണം. അപ്പൊ അവരാലോചിക്കുകയാണ്, നമുക്ക് ഇവിടെ തന്നെ ഒരു ദ്വാരം ഉണ്ടാക്കി വെള്ളം എടുക്കുകയാണെങ്കിൽ എത്ര നല്ലതായിരിക്കും, മുകളിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നവര് കരുതുകയാണെങ്കിൽ അവര് ദ്വാരമുണ്ടാക്കാൻ അനുവദിച്ചാൽ മുകളിലുള്ള ആളുകളും നശിക്കും, താഴെയുള്ള ആൾ നശിക്കും. ആ ദ്വാരമുണ്ടാക്കുന്ന താഴെയുള്ള ആളുകൾ മാത്രമല്ല, അവരാദ്യം നശിക്കും, ശേഷം മറ്റുള്ളവരും നശിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. ഒരർത്ഥം, ഒരു അപകടം ഉണ്ടാകുന്നത് വത്തഖൂ ഫിത്ന ലാ തുസീബന്ന അല്ലദീന ളലമു മിൻകും ഖാസ്സ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അല്ലാഹു പറയാണ്, വത്തഖൂ ഫിത്ന, പരീക്ഷണങ്ങൾ വരാതിരിക്കാനാണ് നിങ്ങൾ സൂക്ഷ്മത പാലിക്കേണ്ടത്. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽപ്പെട്ട തെറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും അത് വരിക, അതെല്ലാവർക്കും വരും. ഒരുപോലെ അതിന്റെ കെടുതി എല്ലാവരും അനുഭവിക്കും. കുട്ടികൾ അനുഭവിക്കേണ്ടി വരും, സ്ത്രീകള്, വൃദ്ധന്മാര്, ബലഹീനര്, എല്ലാവർക്കും അതിന്റെ കെടുതി ഉണ്ടാവും. അള്ളാഹുവിനോട് ഓരോ ദിവസം മലകൾ പറയുകയാണ്, ഇവിടെ വന്ന് റിസോർട്ടിലൊക്കെ താമസിച്ച് മദ്യപിച്ച് വ്യഭിചരിച്ചു പോന്ന് ഇവന്റെ മുകളിൽ ഞാൻ മറഞ്ഞു വീഴട്ടെ. അള്ളാഹു പറയും, നീ ഒന്ന് ക്ഷമിക്ക്, അവരെന്നിലേക്ക് മടങ്ങി വരും. കടല് പറയും അള്ളാഹുവിനോട്, എന്റെ ഓരത്ത് വന്ന് ഇവര് ഹറാമുകളും തിന്മകളും ചെയ്യാണ്, ഞാൻ ഇവരുടെ മേൽ അടിച്ചു കയറട്ടെ. അള്ളാഹു പറയും, ക്ഷമിക്ക്, അവരെന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങും. ഇങ്ങനെ കരയും കടലും അള്ളാഹിനോട് ഡെയിലി ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സബ്ബത്തിന്റെ
ആൾക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോയ ആളുകളല്ല നശിപ്പിച്ചത്. അവരെ മാത്രമല്ല നശിപ്പിച്ചത്, മറിച്ച് ആ നാട്ടിലുണ്ടായിരുന്ന വേറെയും ഒരുപാട് നന്മ ചെയ്ത ആളുകളല്ല നശിപ്പിച്ചു. എന്താ കാരണം? അവർ ദഅവത്ത് ചെയ്തില്ല എന്നതാണെന്നാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ പറയുന്നത്. അല്ലാഹ് പറഞ്ഞു, ശനിയാഴ്ച ദിവസം നിങ്ങൾ മത്സ്യം പിടിക്കാൻ പോകരുത്. ശനിയാഴ്ച ദിവസം നിങ്ങൾ അല്ലാഹുവിന്റെ പള്ളിയിൽ കൂടി ഇബാദത്തിൽ കഴിഞ്ഞുകൂടണം. മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് അങ്ങനെയായിരുന്നു. നസാറാക്കൾക്ക് ഞായറാഴ്ച, ജൂതന്മാർക്ക് ശനിയാഴ്ച, മുസ്ലിമീങ്ങൾക്ക് അല്ലാഹ് നിശ്ചയിച്ചത് വെള്ളിയാഴ്ചയാണ്. പക്ഷേ ഇവർ ജൂതന്മാരെന്ത് ചെയ്തു? അന്നത്തെ ദിവസം അവര് ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്നതിന് പകരം അവര് അവരുടെ മഈശത്തിന് വേണ്ടി പോയി. നമുക്ക് കുറഞ്ഞ സമയമേ ഉള്ളൂ, പക്ഷെ അവർക്ക് ഫുൾ ഡേ ഇബാദത്തിൽ കഴിഞ്ഞുകൂടണമായിരുന്നു. പക്ഷെ അവർ അള്ളാഹുവിന് നന്ദികേട് കാണിച്ചു, അള്ളവരെ പരീക്ഷിച്ചു. അന്നത്തെ ദിവസം സാധാരണ ഇല്ലാത്ത മഈശത്ത് വരും, അഥവാ അവരുടെ മീൻപിടുത്താണ് അവരുടെ പരിപാടി. അപ്പം ഒരിക്കലും ഇല്ലാത്ത മീനായിരിക്കും അന്ന് അവരുടെ ഏരിയയിൽ വന്നിങ്ങനെ അടിഞ്ഞുകൂടുക. അപ്പൊ ഇത് കാണുമ്പം അവരതിൽ ആകർഷ്ടരായി. ഇവർ ചോദിച്ചു, എന്ത് ചെയ്യണം? ഇപ്പൊ മീന് വന്നിരിക്കുകയാണ്, അള്ളാഹു ആണെങ്കിൽ നമ്മളോട് പള്ളിയിൽ പോയി ഇബാദത്തിൽ കഴിഞ്ഞുകൂടാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ദിവസമാണ്, ഇപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ അവര് പരസ്പരം ആലോചിച്ചിട്ട് അവരൊരു കാര്യം, നമുക്കൊരു തടാകം, ഒരു തിണ്ട് പോലെ കെട്ടിക്കൊടുക്കാം. രാവിലെ പോയിട്ട് മത്സ്യം പിന്നെ തിരിച്ചു പോവില്ല, നാളെ പിടിച്ചാൽ മതി. അങ്ങനെ അവരൊരു തന്ത്രം പ്രയോഗിച്ചു എന്ന് അള്ളാഹ് പറയുകയാണ്. അള്ളാഹുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അവർ തന്ത്രം പ്രയോഗിച്ചപ്പോൾ അള്ളാഹ് അതിനേക്കാൾ വലിയ തന്ത്രം പ്രയോഗിച്ചു. അവര് അള്ളാഹുവിനോട് തന്ത്രം പ്രയോഗിച്ചു. അപ്പൊ അവരിൽപ്പെട്ട കുറച്ച് ആൾക്കാർ പോയി അവരെ ഉപദേശിച്ചു, ഇത് വലിയ തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല, അള്ളാഹു നിരോധിച്ച ദിവസമല്ലേ, ഈ സമയത്ത് നമ്മൾ ഇബാദത്തിൽ കഴിഞ്ഞുകൂടണം. അപ്പൊ വേറൊരു വിഭാഗം വന്നിട്ട് ഇവരോ പറയാണ്, നിങ്ങൾ എന്തിനാണ് ഇവർ ഉപദേശിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ സ്വന്തം കാര്യം അമൽ ചെയ്ത് ജീവിച്ചാ പോരെ? വഇദ് ഖാലത് ഉമ്മത്തും മിൻഹും ലിമ തഈദൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ ഖാലു മഅദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. അപ്പൊ അവര് പറഞ്ഞു, നമ്മള് ദഅവത്ത് ചെയ്യുന്നത് രണ്ട് കാരണത്തിന്റെ പേരിലാണ്. ഒന്ന്, മഅദിറതൻ ഇലാ റബ്ബിക്കും, നാളെ ആഖിറത്തിൽ അല്ലാഹു ചോദിക്കും, ഇതൊക്കെ കണ്ടിട്ടും നീ എന്തുകൊണ്ട് ഈ കാര്യമൊന്നും പറഞ്ഞില്ല അവരോട്? അവരെന്തുകൊണ്ട് ഉണർത്തിയില്ല? അങ്ങനെ ചോദിക്കും, അള്ളാഹിനോട് മറുപടി പറയണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾ ഈ സംസാരിക്കുന്നത്, അവരോട് ഈ ദഅവത്ത് ചെയ്യുന്നത്. പിന്നെ വലഅല്ലഹും യത്തഖൂൻ, ചിലപ്പോൾ അവർ മാറാനും സാധ്യതയുണ്ട്, ചിലപ്പോൾ അവരുടെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അവർ ഉൾക്കൊണ്ടില്ല, പറഞ്ഞത കാര്യങ്ങളൊന്നും അവർ കേട്ടില്ല. അപ്പൊ കേൾക്കാതിരുന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ, തിന്മകളിൽ നിന്നും തടഞ്ഞ ആളുകളെ മാത്രം ഞാൻ രക്ഷപ്പെടുത്തിന. ബാക്കി തടയാൻ പോയ ആൾക്കാർ, ദഅവത്ത് ചെയ്യാൻ പോയ ആൾക്കാർ, ഉപദേശിച്ച സ്വാലിഹീങ്ങളെ പോലും അല്ലാഹ് ശിക്ഷിച്ചു എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹു മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ ബനി ഇസ്രായേൽ നടന്ന സംഭവം ഇത്. ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവർക്ക് ദഅവത്ത് നിർബന്ധം ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും അല്ലാഹു അവർക്ക് ഈ രീതിയിലുള്ള കെടുതികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ ഖൈറുമ്മത്താണ്. എല്ലാ സമയത്തും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ദഅവത്ത്. ഈ ദഅവത്തിൽ നമ്മൾ അലസത കാണിച്ചാൽ എന്തെല്ലാം കെടുതികളും പ്രയാസങ്ങളും നമുക്കുണ്ടാകും, നമ്മുടെ നാട്ടിലുണ്ടാകും, ലോകത്തുണ്ടാകും. അതുകൊണ്ട് മനുഷ്യരുള്ള സ്ഥലത്തും അള്ളാഹുവിന്റെ കെടുതികൾ ഉണ്ടാവും, മനുഷ്യരില്ലാത്ത സ്ഥലത്തും അള്ളാഹിന്റെ കെടുതികൾ ഉണ്ടാവും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. മനുഷ്യരുള്ള സ്ഥലത്ത് കെടുതികൾ ഉണ്ടാകുമ്പോൾ അതിന്റെ കെടുതിയും പ്രയാസങ്ങളും മനുഷ്യർ അനുഭവിക്കണം. അത് അനുഭവിക്കുന്നത് അള്ളാഹിന്റെ തീരുമാനപ്രകാരമാണെന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. ഇതിനൊക്കെ പരിഹാരം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീനുണ്ടാകലാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ അസ്ർ, കാലഘട്ടത്തെ തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യൻ, മുഴുവൻ മനുഷ്യരും, ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. 4 ഗുണങ്ങളുള്ളവരൊഴികെ. ഈ 4 ഗുണം ആരിലുണ്ടോ അവർ മാത്രമേ വിജയിക്കുള്ളൂ. ബാക്കി എല്ലാവരും പരാജയപ്പെടും. സമ്പന്നനാണെങ്കിലും അധികാരിയാണെങ്കിലും ഭൂരിപക്ഷമുള്ള ആളാണെങ്കിലും മറ്റിതര സാമർഥ്യങ്ങളുള്ള ആളാണെങ്കിലും പരാജയപ്പെടുക തന്നെ ചെയ്യും എന്ന് കാലഘട്ടത്തെ സത്യം ചെയ്തുകൊണ്ടെന്ന് പറയുകയാണ്. അഥവാ കാലം അറിയാത്ത ചരിത്രമില്ല. അതുകൊണ്ടാണ് കാലഘട്ടത്തെ അല്ല സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്. എല്ലാ ചരിത്രങ്ങളും കാലം അറിയുന്നുണ്ട്, എല്ലാ സംഭവങ്ങളും കാലം അറിയുന്നുണ്ട്. ആകാശം കാണുന്നുണ്ട്, ഭൂമി കാണുന്നുണ്ട്. നമ്മൾ കാണുന്നില്ലെങ്കിലും എവിടെയൊക്കെ ആരൊക്കെ മരിച്ചു വീഴുന്നുണ്ട്, പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് അള്ളാഹു കാണുന്നുണ്ട്. ആകാശവും ഭൂമിയും കാണുന്നുണ്ട്. ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ വാഹനത്തിൽ പോവാണ്, മണ്ണിടിഞ്ഞു വീണു, മണ്ണിന്റെ അടിയിലായിപ്പോയി. എത്രയോ ഏർപ്പാടുകളും സംവിധാനങ്ങളൊക്കെ നടത്തി, പക്ഷെ കിട്ടിയില്ല. ചന്ദ്രനിൽ വെള്ളമുണ്ടോ നോക്കാനുള്ള കഴിവ് നമ്മുടെ അടുത്തുണ്ട്. അതിനാവശ്യമായ റഡാറും ക്യാമറ ഒക്കെ നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ ഒരാള് അപകടത്തിൽപ്പെട്ടു, അയാളെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇല്ല.
അള്ളാഹു പറയാണ്, നിങ്ങളൊന്നും അറിയുന്നില്ല, പക്ഷെ ആകാശം അറിയുന്നുണ്ട്, ഭൂമി അറിയുന്നുണ്ട്. അപ്പൊ ഏത് കാര്യവും ആകാശവും ഭൂമിയും അറിയുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാലഘട്ടത്തെ സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ചരിത്രം അങ്ങനെയാണ്. മനുഷ്യരാശി വിജയിച്ചത് ഈമാന്റെ പേരിലാണ്, അമലിന്റെ പേരിലാണ്. ഈമാനും അമലുണ്ടെങ്കിൽ മനുഷ്യൻ വിജയിക്കും, അല്ലെങ്കിൽ മനുഷ്യൻ എന്തെല്ലാം സംവിധാനം ഉണ്ടായാലും പരാജയപ്പെടും. എവിടെ പോയി താമസിച്ചാലും മനുഷ്യൻ പരാജയപ്പെടും. അതിലൊന്നാമത്തെ ഗുണം അള്ളാഹ് പറഞ്ഞത് ഇല്ലല്ലദീന ആമനു, ഈമാനാണ്. അള്ളാഹുവിന്റെ അടിയുറച്ച ഈമാൻ ഉണ്ടാക്കണം. എന്നാൽ ഏത് പ്രതിസന്ധിയിലും നമ്മൾ രക്ഷപ്പെടും, ഏത് വിഷമത്തിനും അള്ളാഹിന്റെ സഹായം ഉണ്ടാവും. 3 ആളുകൾ, ബനി ഇസ്രായേലിൽപ്പെട്ട ആളുകൾ, അവർ യാത്ര ചെയ്ത് ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ആ ശക്തമായ കാറ്റും മഴയും കോളും വന്ന് വലിയൊരു പാറ വന്ന് അവരുടെ ഗുഹാമുഖം അടഞ്ഞുപോയി. ആ ഗുഹന്റെ ഉള്ളിൽ അവർ പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ പോലത്തെ സംവിധാനങ്ങളൊന്നുമില്ല, ആരും അവർ അന്വേഷിക്കാനുമില്ല. പക്ഷെ അവരുടെ കയ്യിലുണ്ടായിരുന്നു ഈമാനും അമലും. ആ ഈമാനും അമലും വെച്ച് അവർ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, ഓരോരുത്തരും അവരവരുടെ അമല് പറഞ്ഞു. ഒരാൾ പറഞ്ഞു, അള്ളാഹുവേ, എൻ്റെ മാതാപിതാക്കൾ വൃദ്ധരാണ്, ബലഹീനരാണ്, എനിക്ക് ഭാര്യ മക്കളും ഉണ്ട്. ഞാൻ എപ്പോഴും വന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തതിന് ശേഷമേ ഭാര്യ മക്കൾക്ക് കൊടുക്കുള്ളൂ. ഒരു ദിവസം ഞാൻ വന്നപ്പോൾ അവർ ഉറങ്ങിപ്പോയി. ഞാൻ അവരെ കാത്തു നിന്നു, അവർ എഴുന്നേറ്റില്ല. പ്രഭാതമായി, എൻ്റെ ഭാര്യ മക്കളും വിശന്ന് ഉറങ്ങിപ്പോയി. അവരെന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണമെന്ന് നീ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്, നിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് നീ അത് കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കെടുതിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം. പാറ അല്പം അത്ഭുതകരമായി നീങ്ങി, പക്ഷേ പ്രകാശമുള്ളിൽ വന്നെങ്കിലും അവർക്ക് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ ആൾ ദുആ ചെയ്തു, അല്ലാഹുവേ, എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിനെ വശീകരിക്കാൻ ഞാൻ പല ശ്രമങ്ങളും നടത്തി. അവൾ പിന്മാറാൻ വേണ്ടി ശ്രമിച്ചു. ഒരു പ്രാവശ്യം അവൾക്ക് പണം ആവശ്യം വന്നു. അവൾ എന്നോട് കടം ചോദിച്ചു. ഞാൻ പറഞ്ഞു തരാം, പക്ഷെ എൻ്റെ ഉദ്ദേശം നടപ്പിലാകണം. അങ്ങനെ അവൾ എനിക്ക് സൗകര്യം ചെയ്തു തന്നു. പക്ഷെ ആ സമയത്ത് അവൾ പറഞ്ഞു, ഇത്തഖില്ല, നീ അള്ളാനെ ഭയപ്പെടുക. ആ സമയത്ത് ഞാൻ നിന്നെ ഓർത്തു, ഞാൻ അത് തെറ്റിൽ നിന്ന് പിന്മാറി. അള്ളാഹുവേ, ഇത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, എന്നെ ഈ പ്രയാസം രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പം പാറ അല്പം കൂടി നീങ്ങി, പക്ഷേ പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല. മൂന്നാമത്തെ ആൾ ദുആ ചെയ്തു, അള്ളാഹു, എനിക്ക് ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു, അവർക്കൊക്കെ ഞാൻ ഡെയിലി കൂലി കൊടുത്തു വിടലാണ്. പക്ഷെ ഒരാൾ മാത്രം കൂലി വാങ്ങിച്ചില്ല. അവസാനം കുറേ മാസങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും വന്നു. എന്നിട്ട് അയാൾ പറയാണ്, എൻ്റെ കൂലി തരണം. അപ്പൊ ഞാൻ ആ കൂലി പ്രത്യേകം എടുത്ത് മാറ്റി വെച്ച് എൻ്റെ കച്ചവടത്തിൽ അയാൾ ഒരു പാർട്ട്ണറാക്കി, ഞാൻ ആ സമ്പത്തിനെ വളർത്തി വലുതാക്കി, അത് ആടുമാട് ഒട്ടകങ്ങളായി മാറി. ആ പൈസ എടുത്ത് മാറ്റി വെച്ചാൽ മതി. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. അദ്ദേഹം അതിനെ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് അതിനെ വളർത്തി വലുതാക്കി. എന്നിട്ട് അദ്ദേഹം വന്നപ്പം പറഞ്ഞു, ഈ ആടുമാട് ഒട്ടകങ്ങളൊക്കെ നിന്റേതാണ്, നീ ഇതെടുത്തോളി. അള്ളാഹു, ഇത് നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ്, നീ എന്നെ തൃപ്തിപ്പെടണം. അതുകൊണ്ട് ഞങ്ങൾ ഈ കുടുക്കിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പം പാറ ഫുള്ളായിട്ട് തുറന്നു. അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. അപ്പം നമുക്കുള്ള ഒരു പിടിവള്ളി എന്താണ്? നമുക്കുള്ള പിടിവള്ളി അള്ളാഹുവായിട്ടുള്ള ബന്ധം നന്നാക്കണം. അള്ളാഹു നമ്മൾ ആഗ്രഹിക്കുന്നത് ഈമാനും അമലും നന്നാക്കുക എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നമ്മളെ രക്ഷപ്പെടുത്തും, ഏത് വിഷമത്തിലും നമ്മളെ രക്ഷപ്പെടുത്തും. എല്ലാ നമ്മുടെ അമലുകൾ മോശമായി കഴിഞ്ഞാൽ ഔദു ബില്ലാഹ് അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, വലിയ പ്രതിസന്ധികളും വിഷമങ്ങളും നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹു പറയാണ്, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, ഈമാൻ ഉണ്ടാകണം, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. എന്നാൽ അള്ളാഹുവിന്റെ നോട്ടം, അള്ളാഹിന്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാവും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുകളോട് നബി തങ്ങൾ പറഞ്ഞില്ലേ യാത്രയിൽ, മോനെ, യാ ഗുലാം, യുവാവേ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, നീ അത് ശ്രദ്ധിച്ചു മുറുകെ പിടിക്കണം. ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക, നീ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക, എന്നാൽ അള്ളാഹിന്റെ സഹായം നിന്റെ കൺമുന്നിൽ ഉണ്ടാകും. നിന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുക്കും. ഇഹ്ഫദില്ലാഹ് തജിദ് തുജാഹക്, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ എന്ത് ചോദിക്കുകയാണെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ എന്ത് സഹായം തേടുകയാണെങ്കിലും അള്ളാഹുവിനോട് മാത്രം സഹായം തേടണം. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടി നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലും അള്ളാഹ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ അവർക്ക് ആർക്കും സാധ്യമല്ല. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾ ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാലും അള്ളാഹ് എഴുതിയിട്ടില്ലെങ്കിൽ നിനക്കൊരു ഉപകാരം ചെയ്യാൻ അവർക്ക് ആർക്കും സാധ്യമല്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, റുഫിയത്തിൽ അഖ്ലാം, വിധിയുടെ പേന ഉയർത്തപ്പെട്ടു പോയി. വജഫത്തി സൂഫ്, അത് എഴുതിയ മഷി ഉണങ്ങിപ്പോയി. ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകണം. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ.
നമുക്കൊരു മുസീബത്തും സംഭവിക്കുന്നില്ല. അള്ളാഹ് എഴുതിയതല്ലാതെ. അവനാണ് നമ്മുടെ മൗല, നമ്മുടെ സംരക്ഷകൻ. അവനെ മുഅ്മിനീങ്ങൾ ഭരമേൽപ്പിക്കട്ടെ എന്നാണ് പറയുന്നത്. ഈമാന്റെ പരിശ്രമം ചെയ്ത് ഇത് നമ്മുടെ ഹൃദയത്തിൽ ഇറക്കി കഴിഞ്ഞാൽ ഏത് പ്രതികൂലമായ സാഹചര്യത്തെയും നമ്മൾ അതിജയിക്കും. മുൻകഴിഞ്ഞ അക്രമിയായ ഒരു രാജാവ് ഉണ്ടായതായി നബിതങ്ങൾ പറയുകയുണ്ടായി. ഒരു ഹദീസിൽ, ദീർഘമായ ഹദീസിൽ വരികയാണ്, ആ രാജാവിന് വാർദ്ധക്യം ബാധിച്ചു. അദ്ദേഹത്തിന് ഒരു സാഹിർ ഉണ്ടായിരുന്നു. ആ സാഹിറിനും വാർദ്ധക്യം ബാധിച്ചു. ജ്യോത്സ്യന്മാരുണ്ടാവും രാജാക്കന്മാരുടെ കൂട്ടത്തിൽ. അപ്പൊ രാജാവ് പറഞ്ഞു, നിന്റെ ഈ ജ്യോത്സ്യം, ഈ സിഹിർ ഒരു നല്ല ബുദ്ധിയുള്ള ഒരു യുവാവിനെ, ഒരു ചെറുപ്പക്കാരനെ പഠിപ്പിക്കണം. എന്നാൽ എന്റെ മകനെ അധികാരം കൊടുക്കുമ്പം നിന്റെ ആ ശിഷ്യനെ, എന്റെ മകനെ എന്റെ അടുത്ത പ്രതിനിധിയെ സഹായിക്കാനോ സാധിക്കും. അങ്ങനെ നല്ല ബുദ്ധിയുള്ള ഒരു കുട്ടിയെ തിരഞ്ഞെടുത്തു. ആ കുട്ടി ഡെയിലി ഈ ജ്യോത്സ്യന്റെ അടുത്ത് പോയി പഠിക്കാൻ തുടങ്ങി, സിഹിർ പഠിക്കാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ യാദൃശ്ചികമായി ഒരു സ്ഥലത്ത് ദീനിന്റെ ഒരു ആലിമിന്റെ ദർസ് നടക്കുകയാണ്, ദഅവത്ത് നടക്കുകയാണ്, ഈമാന്റെ സംസാരങ്ങൾ. അതിൽ ഈ കുട്ടി പങ്കെടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് പോവുക. പങ്കെടുത്തപ്പോൾ ഈ കുട്ടിക്ക് വലിയ പരിവർത്തനം ഉണ്ടായി. ഈ കുട്ടി അള്ളാഹുവായിട്ട് ഭയങ്കരമായിട്ട് എടുത്തു. അപ്പൊ ഈ കുട്ടിക്ക് കൺഫ്യൂഷനാണ്, ഈ സാഹിർ പറയുന്നതാണ് സത്യം അല്ലെങ്കിൽ ആലിമ് പറയുന്നതാണ് സത്യം, എന്താണ് സത്യം? ഒരു ദിവസം ആ കുട്ടി നടന്നു പോകുമ്പോൾ നാട്ടിലൊരു സിംഹം ഇറങ്ങി. അങ്ങനെ നാട്ടിൽ എല്ലാവരും പരിഭ്രാന്തിയിലായി. ഈ കുട്ടി ഒരു കല്ലെടുത്ത്, ആലിമ് പറയുന്നതാണ് സത്യമെങ്കിൽ ഈ മൃഗം ചത്തുപോകണം എന്ന് പറഞ്ഞെറിഞ്ഞപ്പം ആ മൃഗം ചത്തുപോയി. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരികയാണ്, ആ കുട്ടിയുടെ ഹൃദയത്തിൽ യഖീൻ വർദ്ധിച്ചു. ആ കുട്ടി ആ ആലിമിന്റെ ദർസിൽ പങ്കെടുത്ത് അള്ളാഹുവായിട്ട് അങ്ങേറ്റം അടുത്തു. ആ കുട്ടിയുടെ ദുആ കാരണം അള്ളാഹു വലിയ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കി. അപ്പൊ ആൾക്കാരിൽ ഇങ്ങനെ വലിയ മാറ്റങ്ങൾ കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു, എന്താ സംഭവം? പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്. അപ്പൊ രാജാവ് മനസ്സിലാക്കി. അപ്പൊ സിഹിറൊക്കെ ഏശാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കുട്ടിനെ വിളിപ്പിച്ചു. അപ്പൊ സിഹിറൊക്കെ ഇപ്പൊ ആൾക്കാർക്ക് ഏശുന്നുണ്ട്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഇത് സിഹിറല്ല, ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്. അള്ളാഹുവാണ് ഖൈറും ഷർറും ഒക്കെ നൽകുന്നത്. അള്ളാന്റെ ഭാഗത്തു നിന്നാണ് ഖൈറും ഷർറും ഒക്കെ ഉണ്ടാകുന്നത്. ആ കുട്ടിനോട് പറഞ്ഞു, ആരെ എനിക്കിത് പഠിപ്പിച്ചു തന്നത്? അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു ദർസ് നടക്കുന്നുണ്ട്, ഞാൻ പോകുന്ന വഴിയിൽ ദീനിന്റെ സംസാരം നടക്കും, അതിൽ ഞാൻ പങ്കെടുക്കും. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഈമാനിയായ വർധനവാണ്, അതിലൂടെയാണ് എനിക്ക് ഖൈറുകൾ ഉണ്ടായത്, നന്മകൾ ഉണ്ടായത്. എന്നാ അയാൾ ആദ്യം പിടിച്ചിട്ട് വരാൻ പറയും. പട്ടാളക്കാർ അദ്ദേഹത്തെ കൊണ്ടുവരും. ആലിമിനെ നടുകെ പിളർന്നു കൊന്നുകളയും. പിന്നെ ഇവനോട് പറയും, നീ പിന്മാറിക്കോളി, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഇല്ലാണ്ടാക്കും, നശിപ്പിക്കും. അവൻ പറയും, ഞാൻ ഒരു കാരണവശാലും പിന്മാറില്ല. വലിയ മലന്റെ മുകളിൽ പോയി അവനെ തള്ളിയിട്ടു. പക്ഷെ അത്ഭുതകരമായി ആ കുട്ടി രക്ഷപ്പെട്ടു വരികയാണ്. വലിയ സമുദ്രത്തിന്റെ ആഴിയിൽ കൊണ്ടുപോയി തള്ളി, പക്ഷെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വരികയാണ്. എവിടെ കൊണ്ടുപോയിട്ടും ഈ കുട്ടിയെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ല. ആ കുട്ടി പറഞ്ഞു, എന്നെ കൊല്ലണമെങ്കിൽ മുഴുവൻ മനുഷ്യരെയും മരുഭൂമിയിൽ ഒരുമിച്ച് കൂട്ടും, എന്നിട്ട് നിങ്ങളുടെ അമ്പെടുത്ത് നിങ്ങൾ പറയണം, ഈ കുട്ടിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ ഞാൻ ഈ കുട്ടിയെ അമ്പയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്നെ വധിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ വധിക്കാൻ പറ്റൂല. രാജാവ് പരാജയപ്പെട്ട അവസാനം അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നോക്കുമ്പോ കറക്റ്റ് ആ സമയത്ത് ആ കുട്ടി വഫാത്തായി, ആ കുട്ടി ഷഹീദായി. ഉടനെ തന്നെ അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളും പറഞ്ഞു, ഈ കുട്ടിയുടെ രക്ഷിതാവിനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്, രാജാവ് വെറും സൃഷ്ടിയാണ്, ഈ കുട്ടിയുടെ റബ്ബാണ് യഥാർത്ഥ റബ്ബ് എന്ന് പറഞ്ഞവരൊക്കെ ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചു. ഒന്നടങ്കം അള്ളാഹുവിന്റെ കലിമ പറയുകയുണ്ടായി. ഒന്നടങ്കം അവർ മുസ്ലിമീങ്ങളായി. അവരെ മുഴുവനും രാജാവ് തീയിലിട്ട് വലിയ കടങ്ങ് കുടിച്ച് അതിൽ മുഴുവൻ തീക്കുണ്ടമുണ്ടാക്കി അതിലിട്ട് കരിച്ചു കളയാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. ആ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബുറൂജിൽ പറയുന്നുണ്ട്. അങ്ങനെ അവരെ ഓരോരുത്തരെയും എടുത്ത് ആ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ നഖമു മിൻഹും ഇല്ലാ യുമിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അത്യുന്നതനായ, യുക്തിമാനായ, പ്രതാപശാലിയായ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചു എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ് അവർക്ക് ഈ പീഡനങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നത്. അങ്ങനെ ഓരോരുത്തരെയും വലിച്ചെറിയുമ്പം ഒരു ഉമ്മാന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഉമ്മ കരയാൻ തുടങ്ങി. ആ ഉമ്മ പറഞ്ഞു, ഈ കുട്ടിനെ വിചാരിച്ചിട്ടാണെങ്കിലും ഞാൻ കലിമ മാറ്റിപ്പറയാം. അങ്ങനെ കലിമ തിരിച്ചു പറയാനും ആ രാജാവിലേക്ക് തന്നെ പങ്കുചേർക്കാനും ഒക്കെ തീരുമാനിച്ചപ്പം ആ കുട്ടി സംസാരിച്ചു. വളരെ ചെറുപ്പത്തിൽ സംസാരിക്കാൻ പറ്റാത്ത പ്രായത്തിൽ സംസാരിച്ച 3 കുട്ടികളുണ്ട്. ഒന്ന് ഈസാ നബി അലൈഹിസ്സലാമാണ്, മറ്റൊന്ന് അല്ലാഹു സൂറത്തുൽ ബുറൂജിൽ പറയുന്ന കുട്ടിയാണ്, മറ്റൊന്ന് ജുറൈജിന്റെ കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സൂറത്തുൽ ബുറൂജിൽ പറയുന്ന കുട്ടി പറഞ്ഞു, ഉമ്മ പ്രയാസപ്പെടണ്ട, അള്ളാഹുവിന്റെ കലിമയോടുകൂടിയാണ് നമ്മൾ ഈ തീക്കുണ്ടത്തിലേക്ക് വീഴുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ പോകുന്നത് ഡയറക്റ്റ് സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ട് ഉമ്മ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലിമ തെറ്റിച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിൽ ഉറപ്പിച്ചു നിർത്തി.
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആ സംഭവം നമുക്ക് വിവരിച്ചു തരികയാണ്. ഒരു മനുഷ്യന് ഖൈറുണ്ടായാലും ഒരു മനുഷ്യന് ഷർറുണ്ടായാലും അവന്റെ ജീവിതത്തിൽ ഈമാനും അമലുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും. ദുനിയാവിലും രക്ഷപ്പെടും, ആഖിറത്തിലും രക്ഷപ്പെടും. ഇത് പ്രയാസത്തിലകപ്പെട്ട് മരിച്ചാലും അവൻ അല്ലാഹു നേരെ കൊടുക്കുന്നത് സ്വർഗമാണ്, ഉയർന്ന വിജയമാണ്, കാലാകാലത്തെ രക്ഷയാണ്. അതുകൊണ്ട് നമ്മളുടെ ഈമാനും അമലും നന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ അല്ലാഹു പറഞ്ഞു വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ്സബ്ർ. നന്മകളിൽപ്പെട്ടതാണ് നന്മ ഉപദേശിക്കുക, തിന്മ തടയുക. സാധാരണ അമലുസാലിയാത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, പിന്നെ അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നന്മ ഉപദേശിക്കുക, തിന്മ തടയുക, ക്ഷമിക്കുക, ഇത് മൂന്നും അമലുസാലിയാത്തിൽപ്പെട്ട കാര്യമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. കാരണം ജനങ്ങൾ പറയും അത് എല്ലാവരുടെയും പണിയല്ല, അതെപ്പോഴും നിർബന്ധമില്ല എന്ന് ആൾക്കാർ പറയും. അതുകൊണ്ട് അല്ലാഹു പ്രത്യേകം എടുത്തു പറയാണ്, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഈമാനും അമലും വേണം. അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാന്റെ മാർഗത്തിലുള്ള പരിശ്രമം, അള്ളാഹുവിന്റെ വഴിയിലുള്ള ത്യാഗം, അത് പരസ്പരം ഉണ്ടാകണം, അതിനുവേണ്ടി പ്രേരിപ്പിക്കണം. എന്നാലേ നിങ്ങൾ വിജയിക്കുള്ളൂ. ആ വഴിയിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വിഷമങ്ങളും ഒക്കെ നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണം, എന്നാലേ നിങ്ങൾ വിജയിക്കുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുണ്ടായി. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിലുള്ള ദഅവത്തിനു വേണ്ടി സ്വന്തം ജീവനും സമ്പത്തും ഒക്കെ അർപ്പിച്ചു സഹാബാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പറയുന്നിടത്ത് കാലത്തെ അല്ലാഹു നിയന്ത്രിച്ചു. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അവരുടെ സംഭവം വരുന്നുണ്ട്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അവர்கள் മസ്ജിദ് നബവിയിൽ ഇരുന്ന് ആളുകൾക്ക് ദഅവത്ത് കൊടുക്കും. എപ്പോഴും ഫുൾ ടൈം അധികം പള്ളിയിലായിരിക്കും. പള്ളി അമല് കൊണ്ട് സജീവാക്കുക, ദഅവത്ത് ചെയ്യുക, ഇതാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ മെയിൻ പണി. മദീനയിൽ വലിയൊരു ഒരു തീ പുറപ്പെട്ടു. അങ്ങനെ അത് വ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ കാലഘട്ടമാണ്. ഉമർ റളിയല്ലാഹു അൻഹു അവர்கள் അത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പള്ളിയിലുള്ള തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനോട് പറയുക, തീനോട് തിരിച്ചു പോകാൻ പറയാൻ. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അവர்கள் ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മനുഷ്യനാണെങ്കിൽ ഞാൻ പറയാം, അമീറുൽ മുഅ്മിനീൻ പറഞ്ഞിട്ടുണ്ട്, മൃഗാണെങ്കിൽ നോക്കാം, പക്ഷെ ഈ തീനോട് അങ്ങനെ പറയും. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ പറഞ്ഞിട്ട് പോയിട്ടില്ല എങ്കിൽ എന്റെ ചാട്ടവാറ് കൊണ്ട് ഞാൻ എന്നെ പ്രഹരിക്കും. അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞതല്ലേ, അള്ളാന്റെ പള്ളി സജീവമാക്കി കഴിഞ്ഞാൽ അവരോട് അള്ളാന്റെ സഹായം ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് നീ പുറപ്പെട്. ഉമർ റളിയല്ലാഹു അൻഹു പുറകെ പോയി. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അവர்கள் തീയെ അണയുക, തീയെ തിരിച്ചു പോവുക എന്ന് പറഞ്ഞപ്പം ആ സ്ഥലത്തന്നെ തീ പോയി അണഞ്ഞുപോയി എന്നാ. ഇന്നും താരീഖിന്റെ കിതാബുകളിൽ മാത്രമല്ല, ഇന്ന് മദീനയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പഴയ ആൾക്കാരെ നമ്മൾ സമീപിച്ചാൽ അവർ നമുക്ക് കാണിച്ചു ആ സ്ഥലം ഇന്നലെ മറ്റേ തീ പിടിച്ചു കിടക്കുന്ന പോലത്തെ സ്ഥലമായി പാറകളായി നിലനിൽക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദീനിന്റെ പരിശ്രമം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് അള്ളാഹിന്റെ സഹായം ഉള്ളത്. അവരുടെ ദുആകൾക്കാണ് അള്ളാഹിന്റെ അടുക്കൽ ഉത്തരവുള്ളത്. അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുന്നത്. സഹാബാക്കൾ അള്ളാഹിന്റെ ദീനിന്റെ വഴിയിൽ അവരുടെ സമ്പത്തും സമയവും ശരീരവും ഒക്കെ അർപ്പിച്ചു. ആ വഴിയിൽ ത്യാഗം ചെയ്തു. ആ വഴിയിൽ അവർ മരണപ്പെടാൻ അവർ ആഗ്രഹിച്ചു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ദുആ ഹദീസിൽ വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അവർ അല്ലാഹുവോട് പറയണം, അല്ലാഹുവേ, എനിക്ക് നീ 2/3 അഥവാ ലോകത്തിന്റെ 2/3 ഭാഗത്ത് ദീനെത്തി, ലോകം മുഴുവൻ ഇസ്ലാമെത്തി. അങ്ങനെ അള്ളാഹുവിന് വലിയ കാരുണ്യമുണ്ടായി, സമ്പത്തുകൾ കുന്നുകൂടി, ഓരോ വീടുകളിലും സ്വർണവും വെള്ളിയും ഉണ്ടായി. പക്ഷെ ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അവർ മരച്ചോട്ടില വിശ്രമിക്കുക. 16 തുന്നലുണ്ടാവും, ചുറ്റി തുന്നിയ വസ്ത്രങ്ങൾ, അതേപോലെ വെച്ചു തുന്നപ്പെട്ട വസ്ത്രങ്ങൾ, കീറി പിന്നെയും തുന്നിയ വസ്ത്രങ്ങൾ, ചുരുങ്ങിയത് 16 തുന്നലെങ്കിലും പല ഭാഗത്തായിട്ടുണ്ടാവും. പിന്നെ ഭക്ഷണമാണെങ്കിൽ പരിവരുത്ത ഭക്ഷണം. ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹിനോട് പറയാം, അല്ലാഹുവേ, ഞാൻ നിന്നോട് നല്ല ഭക്ഷണം ചോദിക്കുന്നില്ല, ഞാൻ നിന്നോട് നല്ലൊരു വീട് ചോദിക്കുന്നില്ല, ഞാൻ നിന്നോട് നല്ല വസ്ത്രം ചോദിക്കുന്നില്ല. എനിക്ക് ഒരേ ഒരു ആഗ്രഹം, എൻ്റെ മുൻഗാമികൾ എത്തിയ സ്ഥലത്ത് എനിക്ക് എത്തണം. അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർ, ആ 2 മഹാന്മാരെത്തിയ സ്ഥലത്ത് എനിക്ക് എത്തണം. അത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. അതിന് അവര് മരിച്ചതുപോലെ മരിച്ചാൽ എനിക്ക് ആ സ്വർഗം കിട്ടൂല, ആ അവസ്ഥയിലേക്ക് എനിക്ക് എത്താൻ സാധ്യമല്ല. അതുകൊണ്ട് നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഞാൻ കൊല്ലപ്പെടണം. ഒരു ആഗ്രഹമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ. അത് മദീനയിൽ വെച്ച് തന്നെ ആകണം. അള്ളാഹു നീ എല്ലാം കബൂലാക്കിയിട്ടുണ്ട്, എൻ്റെ ദുആ ഇതും കൂടി കബൂലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണ്, ചിന്ത എന്താണ്, ലക്ഷ്യം എന്താണ്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ നിയ്യത്ത് കൊണ്ടാണ് അവർക്കെല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടി കൊടുത്തത്. ദുനിയാവെന്ന് എളുപ്പാക്കി, ആഖിറത്ത് എളുപ്പാക്കി.
നമ്മുടെ ലക്ഷ്യം തന്നെ ദുനിയാവായതുകൊണ്ട് ദുനിയാവ് നമുക്ക് പ്രയാസമാകുകയാണ്. ആഖിറം അതിനേക്കാൾ പ്രയാസമായി മാറും. നഊദു ബില്ലാഹ്, നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പുറപ്പെടുമ്പോഴാണ് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ഈമാന്റെ പ്രകാശമിടുന്നത്, ഈമാന്റെ പ്രഭ ഇടുന്നത്, ഈമാൻ വർദ്ധിക്കുന്നത്. ഈമാൻ ശക്തിപ്പെടുന്നതെങ്കിൽ നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ യാത്ര ചെയ്യണം, അള്ളാന്റെ മാർഗത്തിൽ പരിശ്രമിക്കണം. ഓരോ സഹാബാക്കളും അള്ളാന്റെ മാർഗത്തിൽ യാത്ര ചെയ്യും. മദീനയിൽ പോയി കഴിഞ്ഞാൽ നബിതങ്ങളുടെ തൊട്ടടുത്ത് രണ്ടാള്, അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹു. ഉഹുദിൽ പോയി കഴിഞ്ഞാൽ 10-70 സഹാബാക്കള്, അതിൽ പ്രമുഖരായ 2-3 ആൾക്കാര്, ഹംസ റളിയല്ലാഹു അൻഹു, മുസ്അബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു. പിന്നെ നമ്മുടെ ജന്നത്തുൽ ബഖീ പോയി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സഹാബാക്കള്. പ്രമുഖരായ ആൾക്കാരെ ചൂണ്ടിക്കാണിക്കാൻ അവിടെ പറ്റുന്നത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെയും നബിതങ്ങളുടെ പെൺമക്കളെയുമാണ്. ബാക്കി സഹാബാക്കൾ മുഴുവൻ എവിടെ പോയി? പ്രമുഖരായ എത്ര സഹാബാക്കളുണ്ട്, അവരൊക്കെ ലോകത്തിന്റെ നാനാഭാഗത്ത് യാത്ര ചെയ്ത് ദീനിന്റെ പരിശ്രമം ചെയ്ത് അവിടെ തന്നെ അവർ മരിച്ചുപോയി. അതുകൊണ്ട് അള്ളാഹുവിന്റെ കലിമത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ കലിമ ലോകത്ത് ഉയർന്നു നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹിന്റെ കലിമുണ്ടാകണം, ലോകത്ത് അള്ളാഹുവിന്റെ കലിമുണ്ടാകണം. ഈ ലക്ഷ്യത്തോടുകൂടി നമ്മൾ യാത്ര ചെയ്യുക എന്നത് ദീനിന്റെ പരിശ്രമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇപ്പൊ യുദ്ധം നടത്തി നമ്മൾ കേൾക്കുന്നില്ല, പല യുദ്ധങ്ങൾ. പക്ഷെ പലപ്പോഴും യുദ്ധമൊന്നും നടന്നിട്ടില്ല. വളരെ വിരളമായത് യുദ്ധം നടന്നിട്ടുള്ളൂ. നമ്മൾ പലപ്പോഴും തബൂക്ക് യുദ്ധം, അവിടെ യുദ്ധമില്ല. അഹ്സാബ് യുദ്ധം, അവിടെ യുദ്ധമില്ല. അവിടെ സഹാബാക്കളുടെ സമർപ്പണം മാത്രമാണ് അള്ളാഹ് നോക്കിയത്, അവരുടെ ത്യാഗം, അവരുടെ എഴുന്നേറ്റ് നിൽക്കൽ. അതിനവർ തയ്യാറായപ്പോൾ തന്നെ അള്ളാഹിന്റെ സഹായം വരാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പറഞ്ഞു, ഭയം അതികഠിനമായിരിക്കുകയാണ്, ഞങ്ങളുടെ ഹൃദയം തൊണ്ടയിലെത്തിയോ എന്ന് ഞങ്ങൾക്ക് ഭയം തോന്നുകയാണ്. ഞങ്ങളുടെ ഹൃദയടിപ്പ് കൂടിയിട്ട് അത് തൊണ്ടയിലെത്തിയോ നമുക്ക് തോന്നുകയാണ്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? കിടങ്ങു പിടിച്ചിട്ടുണ്ട്, ശത്രുക്കളെല്ലാം കടന്നാക്രമണം ചെയ്ത് നമ്മളൊക്കെ കൊന്ന് നശിപ്പിക്കാൻ വേണ്ടി പോവാണ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യ്, അല്ലാഹുമ്മ സ്തുർ ഔറാത്തിന വഅമിൻ റൗഅത്തിന. അല്ലാഹുവേ, ഞങ്ങൾ ഭയപ്പെടുന്നത് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണം, ഞങ്ങളുടെ ന്യൂനതകളെ നീ മറച്ചു വെക്കണം. ഈ ദുആ 3 പ്രാവശ്യം സഹാബാക്കൾ ചെയ്തിട്ട് ഉടനെ തന്നെ കാറ്റും മഴയും വന്നു. ആ കാറ്റും മഴ അവർക്ക് അനുകൂലമായി. അവരെ ഉപദ്രവിക്കാൻ വേണ്ടി വന്ന ളാലിമീങ്ങൾക്ക് അത് നാശത്തിന് കാരണമായി എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ദീനിന്റെ പരിശ്രമത്തിന്റെ വഴിയിൽ നമ്മൾ പുറപ്പെട്ട് ആളുകളുടെ കൈപിടിച്ച് അവരുടെ അള്ളാഹുവിനെ കുറിച്ച് പറയണം, ആഖിറത്തെ കുറിച്ച് പറയണം. മനുഷ്യന് സുഖലോലുപതയാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ആളുകൾ ഒരു ടൂർ പോവാ, എല്ലാവരും തയ്യാറാവും. എങ്ങോട്ടാ പോകുന്നത്? വയനാട്ടിലേക്ക്. എന്തിനാ പോകുന്നത്? അവിടെ കുറെ കുരങ്ങന്മാരൊക്കെ ഉണ്ടാവും റോട്ടുമ്മേൽ, അതിനൊക്കെ ഒന്ന് കാണാൻ പോവാ. അങ്ങനെ ഒരു ഹാപ്പി ആകാൻ വേണ്ടി അവിടെ റിസോർട്ട് ഉണ്ട്, അവിടെ പോയി ഉല്ലസിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഉല്ലാസത്തിന്റെയും ആർഭാടത്തിന്റെയും ചിന്ത മാത്രമാണ്. അതിനുവേണ്ടി യാത്ര എവിടെയും ചെയ്യും മനുഷ്യൻ. ദീനിന്റെ വഴിയിൽ യാത്ര ചെയ്യാൻ പ്രയാസമാണ്.
അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടിയാണ് സഹാബാക്കളും പ്രവാചകന്മാരും തയ്യാറായത്. അതിനുവേണ്ടിയാണ് അവർ ത്യാഗം ചെയ്തത്, അതിനുവേണ്ടിയാണ് അവർ ഉത്സാഹം കാണിച്ചത്. അതുകൊണ്ടാണ് അവരുടെ അള്ളാഹിൻ്റെ സഹായം ഉണ്ടായത്. അതുകൊണ്ട് ഉലമാക്കൾ പറയും, നമ്മൾ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ദുരന്തങ്ങളും പ്രളയങ്ങളൊക്കെ ഉണ്ടായ സ്ഥലങ്ങളിൽ നമ്മൾ പോകണം. ഭക്ഷണ സാധനങ്ങളും ബാഗും ഒക്കെ എടുത്തു പോയി അതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും താമസിച്ച് അവിടുത്തെ ആളുകൾക്ക്, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി അവരെ ഭക്ഷിപ്പിച്ച് അവരൊരുമിച്ച് കൂട്ടിയിരുത്തി അള്ളാഹുവിനെ കുറിച്ച് അവർ പറയണം. ആസാമിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പ്രളയം ഉണ്ടാകുമ്പം നിസാമുദ്ദീൻ ഉലമാക്കൾ ചെയ്യുന്നത് അവിടത്തേക്ക് ജമാഅത്തുകൾ അയക്കും. എന്നിട്ട് അവിടെ കഷ്ടപ്പെടുന്ന ആളുകളെ അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്കാണ് പോവുക. നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അള്ളാഹ് ഇങ്ങനെ നമ്മളെ ശിക്ഷിക്കുന്നത്? നമ്മുടെ സാധാരണ കൂലിക്കാർ എന്തിനാണ് നമ്മളിങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? അങ്ങനെ മനുഷ്യൻ കുഫറിലേക്ക് പോയി പോകും, മനുഷ്യൻ വഴികേടിലേക്ക് പോയി പോകും. ദാരിദ്ര്യം മനുഷ്യനെ കുഫറിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ദാവത്തിന്റെ പരിശ്രമം വളരെ ആവശ്യമായ സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. മഴയുടെ കെടുതികൾ, എത്രയോ വീടുകൾ വെള്ളത്തിലാണ്, ഇപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. മഴ എന്നിട്ട് ഒരു ശമനമില്ല, ഒരു കുറവില്ല, അതിങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഇറങ്ങി പരിശ്രമിച്ച് കരഞ്ഞ് അള്ളാഹിനോട് ദുആ ചെയ്യണം. നമ്മൾ ഫോട്ടോ നോക്കാനും അത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഉഷാറാണ്, സ്റ്റാറ്റസ് വെക്കാൻ. നമ്മൾ കരഞ്ഞൊന്ന് ദുആ ചെയ്താ 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹു ഈ കെടുതി ഒന്ന് നിർത്തി, നീ ഈ പ്രയാസം ഒന്ന് പരിഹരിക്കുക. എത്ര മയ്യത്തുകളാണ്, കൈ വേറെ, കാല് വേറെ, ഉടല് വേറെ, ശരീരം വേറെ. ആ പള്ളിയിലെ മുഅല്ലിം ഉസ്താദ്, മദ്രസ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ ശരീരം തന്നെ കിട്ടിയത് കൈ രണ്ടും വേർപെട്ട അവസ്ഥയിലാണ്. എത്ര ഖേദകരമായ അവസ്ഥയാണ്, എത്ര ദുഃഖകരമായ അവസ്ഥയാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ അള്ളാഹിനോട് പറഞ്ഞു ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഈ പ്രയാസം നീ മാറ്റിത്ത. വലിയ വിഷമത്തിലാണ്, എത്ര ആളുകളാണ് കണ്ണുനീര് കുടിക്കുന്നത്. നമ്മൾ ആത്മാർത്ഥമായി ഹൃദയത്തിൽ കൈവച്ച് ചോദിച്ച് ഇതൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ വലിയ സംഭവമായിട്ട് വിചാരിക്കുന്നത് ഇങ്ങനെ ഗ്രൂപ്പിലിടുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക, അത് സ്റ്റാറ്റസ് വെച്ച് അത് ഭയങ്കര നമ്മൾ വലിയൊരു കടമ ചെയ്തതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. നഊദുബില്ലാ, നമുക്ക് കാര്യം മനസ്സിലാക്കി തരട്ടെ. അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കണം, അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ പുറപ്പെടും. ഇൻഷാ അല്ലാഹ് ഹിമ്മത്തോടെ ഇറങ്ങി. അപ്പം അള്ളാഹു നമുക്ക് കാര്യങ്ങൾ കാണിച്ചു തരും. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാന്റെ യഖീൻ തരും, നമ്മുടെ പ്രശ്നങ്ങളൊന്ന് എളുപ്പാക്കി തരും. അള്ളാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ, നിങ്ങൾക്കൊരു കച്ചവടം ഞാൻ അറിയിച്ചു തരട്ടെയോ, തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടം. വേദനാജനകമായ കെടുതികളിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അത് ദുനിയാവിലെ നരകം മാത്രമല്ല, ദുനിയാവിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ മാറണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും അടിയുറച്ച് വിശ്വസിക്കുക. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും എടുത്ത് നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമം ചെയ്യുക. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് അല്പമെങ്കിലും അറിവുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായത് എന്നാണ് പറയുന്നത്. യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരും. വയദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും. വമസാകിന ത്വയ്യിബ, അതിൽ വലിയ വലിയ കൊട്ടാരങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നിർമ്മിച്ചിട്ടുണ്ട്. കാലാകാലം നിങ്ങൾ അവിടെ താമസിക്കേണ്ടി വരും. അങ്ങനത്തെ സന്തോഷത്തിന്റെ താമസ സൗകര്യം അല്ലാഹു അവിടെ നിങ്ങൾക്ക് അവിടെ ഒരുക്കും. അതാണ് ഏറ്റവും വലിയ വിജയം. വഉഖ്റാ തുഹിബ്ബൂനഹാ, അതല്ലാതെ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന പലതും നിങ്ങൾക്ക് കിട്ടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നസ്റും മിനല്ലാഹ്, അള്ളാഹിന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകും. വഫത്ഹുൻ ഖരീബ്, വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അള്ളാഹു പെട്ടെന്ന് അള്ളാഹിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നത് പൈതൽ ജമാഅത്തുകൾ പുറപ്പെടുമ്പോഴാണ്. നടന്ന് അള്ളാഹിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആൾക്കാരെ നോക്കുമ്പോഴാണ് അള്ളാഹിന്റെ കാരുണ്യം പെട്ടെന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുക. യാത്ര വാഹനത്തിലുമാകാം, പക്ഷേ സഹാബാക്കൾ വാഹനമുണ്ടായിട്ടും നടന്ന് യാത്ര ചെയ്തു. അപ്പൊ നബി സഹാബാക്കൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ നമ്മളെ വാഹനത്തിൽ കയറിക്കോളി, നിങ്ങളെ നടക്കുന്നത്? അപ്പം ആ സഹാബി പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹിന്റെ മാർഗത്തിൽ നടന്നാൽ നമ്മളുടെ ശരീരത്തിൽ തട്ടുന്ന പൊടിയും നരകത്തിന്റെ പുകയുമായിട്ട് പോലും ചേരൂല. അള്ളാഹിന്റെ കാരുണ്യം പെട്ടെന്ന് ഉണ്ടാവും, ആളുകളുടെ ഹൃദയത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാവും. അതുകൊണ്ട് ഹിമ്മത്തോടെ പറയും, ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ പൈതൽ ജമാഅത്ത്, അതുപോലെ തന്നെ സവാരി വാഹനത്തിലുള്ള ജമാഅത്തുകൾ, ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ 5 മാസത്തേക്കുള്ള ജമാഅത്തുകൾ ഹിമ്മത്തോടെ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്ത് എഴുന്നേൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയ്യത്ത് ചെയ്യാനും പുറപ്പെടാനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയും.